കൊല്ലം ജില്ലയിലെ ആളുകൾക്ക് ഇപ്പോൾ ടെറർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ അവർ തമ്മിൽ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പപ്പടത്തിന് അടി, അല്ലെങ്കിൽ കപ്പലണ്ടിക്ക് അടി, ലേസിന് അടി എന്നൊക്കെ. ഇപ്പോൾ പുതിയതാണ് സാലഡിനാണ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിങ്ങനെ തുടർ കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വാർത്ത കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കൊല്ലംകാരൻ എന്ന നിലയ്ക്ക് പറയൂ. എന്റെ വീട് പെരുമ്പാവൂര്. നല്ല സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ പൊന്ന് ഹർഷ, എവിടെയാണ് പ്രശ്നമില്ലാത്തത്? ഏത് നാട്ടിലാണ് പ്രശ്നമില്ലാത്തത്? എല്ലാ നാട്ടിലും പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഈ സാലഡ് കേസുണ്ടല്ലോ, ഇവിടെ മാധ്യമങ്ങളോടാണ്, മാധ്യമപ്രവർത്തകരോടാണ്, സോഷ്യൽ മീഡിയയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കേസിന്റെ FIR ആർക്കെങ്കിലും പുറത്തുവിടാമോ? കണ്ടിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ടോ? ഈ കേസിന് FIR ഇട്ടിട്ടില്ല. ഇത് കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നൊരു സംഭവമാണ്. ഈ കേസിൽ FIR ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു കേസില്ല. ഒരു സംഘർഷം നടക്കുന്നു ഒരു കല്യാണ വീട്ടിൽ. നോക്കൂ, ഈ പൊറോട്ട കഥയ്ക്കും ഈ പറയപ്പെടുന്ന ലേസിൻ്റെ കഥയ്ക്കും ഈ പറയുന്ന പപ്പടത്തിൻ്റെ കഥയ്ക്കും ഒക്കെ പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ഈ കല്യാണ വീട്ടിൽ, കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പണം ഉള്ളവനോ ഇല്ലാത്തവനോ ആയിക്കോട്ടെ, ആ കുഞ്ഞ് ജനിക്കുന്ന കാലം മുതലുള്ള ഓരോരുത്തരുടെ ആഗ്രഹമാണ് ആ കൊച്ചിൻ്റെ കല്യാണം നടത്തി വിടുന്നത്. ഈ കല്യാണ വീട്ടിൽ വന്ന് കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് തൊഴിലുണ്ടാക്കുന്ന കുറേ ടീമുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കഥകളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ഈ പപ്പട കഥ എന്ന് പറയുന്നത് ഹരിപ്പാടാണ്, അതായത് ആലപ്പുഴ ജില്ല ബോർഡറിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. അതിൻ്റെ ബാധ്യത ആരെടുക്കണം? കൊല്ലംകാരൻ എടുക്കണം. കപ്പലിൻ്റെ കഥ എന്തുവാ? തമിഴ്നാട്ടിൽ നിന്ന് കണ്ടു വന്ന ഒരു തമിഴ്നാട്ടുകാരൻ കപ്പലിൻ്റെ പറക്കുന്ന ഒരുത്തനും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ബീച്ച് കാണാൻ വന്ന ഒരുത്തനും തമ്മിൽ നടന്ന അടിയാണ്. അതും കൊല്ലത്തുകാരൻ ബാധ്യതയേക്കണം. ലേസിൻ്റെ കഥ എന്തുവാ? രണ്ടാവന്മാർ ബീഫ് ഫ്രൈ കൂട്ടി കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്കൂടെ ഒരു പയ്യൻ ലേസ് കൊണ്ടുവരുന്നു, ലേസ് ചോദിച്ചിട്ട് കൊടുത്തില്ല, അവനെ അടിച്ചു. ഇതാണ് കഥ. സംഭവമൊന്നുമല്ല, ഇത് ലഹരി. ഈ അടിക്കുന്നവന്മാർ തമ്മിലുണ്ടായ പ്രശ്നമാണ്. ഈ കഞ്ചാവ് കേസ് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി അതിനൊരു ലേസിന്റെ മാനം കൊടുത്തു. സാലഡ് കേസ് എന്തുവാ? സാലഡ് കേസ് കാറ്ററിംഗ് പയ്യന്മാര് തമ്മിലാണ്. കാറ്ററിംഗ് പയ്യന്മാര് തമ്മിലൊന്നുമല്ല, അതൊരു വലിയ കല്യാണമായിരുന്നു. അവിടെ റിസപ്ഷൻ നടക്കുമായിരുന്നു. 1500 പേരുടെ ഫുഡായിരുന്നു. 8 പന്തി വിളമ്പി. കാറ്ററിംഗുകാർ തളർന്നു നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണിന്റെ ആങ്ങളുടെ കൂട്ടുകാരും കൂടെ കല്യാണത്തിന് വരും. ഈ കല്യാണത്തിന് വന്നിട്ട് ഇതിലൊരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ വിളമ്പുന്ന പയ്യന്മാരോട് ചോദിച്ചു, എന്തുവാടാ അവർക്കൊക്കെ പെട്ടെന്ന് വിളമ്പിക്കൂടെ, എന്തോ നിനക്കൊക്കെ ഇത്ര താമസം? അത് ഈ കാറ്ററിംഗുകാരൻ പയ്യന് ഇഷ്ടപ്പെട്ടില്ല. അവൻ നേരെ അവരോട് ചേട്ടൻ്റെ കാര്യം ചേട്ടൻ നോക്ക്, കൊല്ലത്തായതുകൊണ്ട് ചേട്ടനായിരിക്കത്തില്ല വിളിച്ച, വേറെ പലതായിരിക്കും വിളിച്ചത്. അതൊക്കെ ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞാണ്, ഇത് നിർത്ത്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇവൻ ചാടി എഴുന്നേറ്റ് ഇവനെ പിടിച്ചു കളി. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാളോട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നില്ല, വെറുതെ അങ്ങ് പറയുന്നതല്ല. പിടിച്ചു കളി. ഇവൻ ചെന്ന് വീണത് എവിടെയാണെന്ന് വെച്ചാൽ ഈ എടുത്തുകൊണ്ട് വരുന്ന വേസ്റ്റ് എല്ലാം കൂടെ മടക്കി ഇങ്ങനെ അടുക്കി വെക്കുമല്ലോ, ഇതിൻ്റെ പുറത്തേക്കാണ് ഇവിടെ വീണത്. സ്വാഭാവികമായും കൂട്ടത്തൊരുത്തനെ ഇടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ക്ഷമിക്കുമോ? പ്രത്യേകിച്ച് കൊല്ലത്ത് ക്ഷമിക്കത്തില്ല. ഹർഷ, പൊന്മാൻ സിനിമ ഉണ്ടായിരുന്നു? പൊന്മാൻ സിനിമ കാണണം കേട്ടോ. ഞങ്ങളൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ആയി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തിൽ ഒരുത്തനെ ഇടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നെഞ്ചുറപ്പുള്ള കൂട്ടുകാരന്മാരാണെങ്കിൽ നോക്കിക്കാരൊന്നും പറ്റത്തൊന്നുമില്ല. അവന്മാർ കയറി തിരിച്ചടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ കൂട്ടുകാരന്മാർ രണ്ടും കൊല്ലത്തുകാരല്ലേ, അടിയായി, കല്യാണ വീട്ടിൽ അടിയായി, പരിക്ക് പറ്റി, ആശുപത്രി കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ ചെന്നു. സ്വാഭാവികമായിട്ടും ഈ പെണ്ണിന്റെ ആങ്ങളെയാണല്ലോ, പെണ്ണിന്റെ ആങ്ങളുടെ കൂട്ടുകാരാണ്, ചെറുക്കന്റെ വീട്ടുകാരുടെ കാറ്ററിംഗ് ആണ്, വൈകിട്ട് റിസപ്ഷൻ എന്തുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടുപേരും കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു. ഇതിൽ പോലീസ് ഇടപെടണ്ട. അപ്പോൾ ഈ സംഘർഷം നടത്തിയുണ്ട്. ഏതോ പത്രക്കാരൻ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, ഇരുവരും പോലീസ് സ്റ്റേഷനിലോട്ട് ചോദിച്ചു, സാറേ എന്തുവായിരുന്നു പ്രശ്നം? അപ്പോൾ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ നിന്ന് ഏതോ ഒരു പോലീസുകാരൻ പറഞ്ഞു കൊടുത്ത് അത് സലാഡിന് രുചിയില്ലാത്തതിന്റെ പേരിലുണ്ടായ അടിയാണ്. കാറ്ററിംഗ് ആണല്ലയോ അടിച്ചത്. അപ്പൊ പറയാനൊരു കാരണം വേണ്ടേ? സലാഡ് കിട്ടാത്തതിന്റെ പേരിലുണ്ടായ അടി. ഉടനെ കൊല്ലത്ത് സലാഡിന്റെ പേരിൽ അടി. രസകരമാണ്. കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആളുകളുണ്ട്. ഇത് ഈ വീഡിയോ ചിലപ്പോൾ ആളുകൾ കാണാൻ വന്ന എനിക്കറിയത്തില്ല, 59 പേരാണോ 590 പേരാണോ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ ഇടാൻ പോകുന്ന ക്യാപ്ഷൻ എന്തുവാ? കൊല്ലം ഫ്യൂരികള് നിർത്തലാതിന്റെയൊക്കെ കളി. ഇത് പറയുന്നത് കൊല്ലത്തെ സാധാരണക്കാരോടല്ല, കൊല്ലത്ത് നീ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരായ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നിങ്ങളോടാ പറയുന്നത്. നിന്നെയൊക്കെയാണ് വിളിക്കുന്നത് കൊല്ലം ഫ്യൂരികളെ നിർത്തിക്കോ നിന്റെയൊക്കെ കളി. 24 ന്യൂസുകാരനെ അടിച്ച കഥ അറിയാമോ? ഇങ്ങനെ വാർത്ത ഇട്ടിട്ട് ചെന്നാലേ നല്ല തല്ല അവിടുന്ന് കിട്ടും. അതിപ്പോ ആരായാലും, ഞാനായാലും കിട്ടും, ഹർഷയായാലും കിട്ടും, ഏത് കൊടികുത്തിയവനായാലും കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തോന്നുന്നു. കൊല്ലം ഹർഷ കൊല്ലം ടെററായിക്കൊണ്ടിരിക്കും. ടെററാവുന്നൊന്നുമല്ല, സ്നേഹിച്ച അവർ ചങ്ക് പറിച്ചു കൊടുക്കും. ഓടക്കിന് ചങ്കിടിച്ച് കലക്കുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. സ്നേഹത്തിന്റെ മുന്നിൽ മാത്രമേ കൊല്ലത്തുകാരെ വീഴ്ത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഋഷാനോട് ചോദിക്കുക, ക്യാമറ പറയുന്നുണ്ടോ അവൻ പറഞ്ഞു തരും. അപ്പോൾ സീരിയസ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുവാ, നോക്കൂ, എല്ലാ നാടിനും ആ നാടിൻ്റെതായ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്വഭാവ വിശേഷങ്ങളുണ്ടാവും. കൊല്ലത്തിൻ്റെ ഒരു സൈഡ് മൊത്തം നല്ല പാറ, ഒരു സൈഡ് മൊത്തം കടല, ഒരു സൈഡ് മൊത്തം മലയും ഒരു സൈഡ് മൊത്തം കടലുമാണ്. ഇതിൻ്റെ ഇടയിൽ മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും കർഷക തൊഴിലാളികളും എന്നാൽ ടെക്കികളും സിനിമാക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ
ഭൂപ്രകൃതിയാണ് ഈ കൊല്ലം. ആ ഭൂപ്രകൃതിയുടേതായ ബന്ധപ്പെട്ട സ്വഭാവവിശേഷങ്ങളും നമുക്കുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് ചൂടാവും. ന്യായമാണോ? ന്യായത്തിനൊപ്പം നിൽക്കും. പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ രണ്ട് അടിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കും പറയുന്നത്. അവിടുത്തെ പ്രശ്നം അവര് തീർത്തോളാം. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നക്കാര് കൊല്ലംകാരല്ല, മാധ്യമം ഈ വാർത്ത ഇങ്ങനെ ഈ വാർത്തയെ വളച്ചൊടിക്കുന്നവന്മാരാ. നിങ്ങൾ വാർത്ത നേരിട്ട് കൊടുക്ക്. അല്ലേ, കല്യാണ വീട്ടിൽ സംഘർഷം, വധുവിന്റെ സഹോദരനും കാറ്ററിംഗുകാരും തമ്മിൽ സംഘർഷം. ഇങ്ങനെ കൊടുക്കാവുന്ന വാർത്തയെ കൊല്ലത്ത് സലാഡിന്റെ പേരിൽ സംഘർഷം എന്ന് പറയുന്നത് കൊണ്ടല്ലേ ഹർഷ ഞാനിത് എടുത്ത് ചർച്ച ചെയ്യുന്നേ. അതെ, ആ ഒരു വിഷയം കൊണ്ടാണല്ലോ ചർച്ച. ഈ ഹരിപ്പാട് നടന്ന പപ്പട കേസ് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടറാ ഞാൻ. പിറ്റേ ദിവസം ആ ഓഡിറ്റോറിയം കയറും. എൻ്റെ പൊന്നു മോനെ, ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചിന്റെ കല്യാണമായിരുന്നു. കരഞ്ഞ കാലം പിടിച്ച് പകുതി പൈസയ്ക്ക് ഓഡിറ്റോറിയം കൊടുത്തു. ഓഡിറ്റോറിയം മൊത്തം അടിച്ച് നശിപ്പിച്ചിട്ട് പോയി. ചെറുക്കൻ്റെ കുറെ കൂട്ടുകാരന്മാരും കൊണ്ട് വരുവാ കള്ളും കുടിച്ചിട്ട്. അപ്പോൾ പെണ്ണിന്റെ ആളും കാണും, ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ പണിയൊക്കെ എടുത്ത് വേർതിരിക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് ചൊറിയാൻ നിൽക്കരുത് എന്നുള്ളതാണ്. 8 പന്തി വിളമ്പിയിട്ട് നിൽക്കുന്നതിൻ്റെ അവസ്ഥ ആലോചിച്ചു. വൈകുന്നേരം ഈ ചൂടും പിടിച്ച് ഈ സാധനം ജോലി ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. 2 അടിച്ചിട്ട് വന്നിട്ട് വിളമ്പടാ ഇങ്ങോട്ട്, അവൻ കൊടുത്താണ് പറഞ്ഞു, പിടിച്ചു തള്ളി കാണും, അടിയായി കാണും. നിയമപരമായിട്ട് തെറ്റാ. നീ അങ്ങനെ കേസിട്ട്, അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരുത്തിന് ഈ FIR കൊടുത്തിട്ട് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരുവരും പോലീസ് ഇതുവരെ FIR ഇട്ടിട്ടില്ല. കാരണം ഈ പറഞ്ഞ തീർപ്പാക്കി വിട്ടു. ഇപ്പോഴും കിടക്കുകയാണ് ഫീഡുകളിൽ. കൊല്ലത്ത് അങ്ങനെയാണ്, കൊല്ലത്ത് ഇങ്ങനെയാണ്, വേറെ എങ്ങും നടക്കുന്നില്ല. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ കല്യാണത്തിന് അടി ഉണ്ടാവാറില്ലേ? ആ, പക്ഷെ ഇത് കുറച്ച് അധികമായി പോയില്ലേ? കൊണ്ടവർക്കൊക്കെ തലക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് അത്രയും വിഷയം ആയതുകൊണ്ടാണല്ലോ ഇത് വാർത്തയായത്. പിന്നെ കല്യാണ വീട്ടിലോട്ട് ബോംബ് പറഞ്ഞൊന്നും ഇല്ലല്ലോ. ബോംബ് പറഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് മലയാളികൾക്ക് കയറാൻ പറ്റുന്ന മാർക്കറ്റ് ഒന്നും കൊല്ലത്തില്ല. അതുള്ള നാടേതാ ഞങ്ങൾക്കറിയാം. മലയാളിക്ക് ആക്സസ് ഇല്ലാത്ത മാർക്കറ്റുള്ള നാടേതാണ്. കള്ളും കഞ്ചാവും ഈ പറയപ്പെടുന്ന പാൻപരാഗം ഇപ്പോഴും ഓപ്പണായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ ഓരോ നാടിനും ആ നാടിൻ്റെതായ രീതിയുണ്ട്. ഞങ്ങൾ ഇതൊക്കെ സഹിക്കും. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഈ എൻ്റർടൈൻമെൻറ്റ് നിൽക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് മറ്റേ വാർത്താ സംഘത്തെ അടിച്ചു, വാർത്താ മാധ്യമ പ്രവർത്തനെ അടിച്ചു എന്നൊക്കെ പറയും. മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമാക്കാരും സാംസ്കാരിക പ്രവർത്തകരും പാട്ടുകാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ളവരാണ്. അഹങ്കാരത്തോടാണ് പറയുന്നത്. അഹങ്കാരത്തോടുകൂടി തന്നെ പറയുക, ഇത്രയും മനോഹരമായ ഭൂപ്രദേശമുള്ള ഒരു നാട് വേറെ ഉണ്ടാവില്ല. കേരളത്തിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയത് എവിടെയാണെന്നറിയോ? കൊല്ലത്താണോ? ആസാം മൈതാനത്താ, ഞങ്ങളുടെ നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലാണ്. തെമ്മൽ എക്കോ ടൂറിസം. രാജ്യത്തെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയുള്ള എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലാണ്, ചടയമംഗലത്ത്. ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്ന എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലാണ്, ഞങ്ങളുടെ കായലിലാണ്. ഏറ്റവും നല്ല മത്തി കിട്ടുന്ന എവിടെയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മത്തി, ചാള കിട്ടുന്ന എവിടെയാണെന്നറിയോ? നിങ്ങളുടെ കരയില്ല, ഞങ്ങളുടെ നാട്ടിലാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റിൽ എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലാണ്, കൊല്ലത്താ. ഇനി എന്തെങ്കിലും കേൾക്കണോ? വേണ്ട. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നതും വാർത്ത ആവുന്നതും കൊല്ലത്താണ്. ഞങ്ങൾ അടിക്കുന്നേ, ഞങ്ങൾ പരസ്പരം തമ്മിൽ തല്ലും. അത് പപ്പടത്തിന്റെയും ഈ പറയപ്പെടുന്ന സലാഡിന്റെയും ലേസിന്റെയും പേരിലാണെന്ന് പറഞ്ഞാൽ ചെറുതാക്കി കാണിക്കാതെ ഞങ്ങൾ അടിച്ചു എന്ന് നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ നാട്ടുകാർ അടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്യും. ഓരോരുത്തരും തല്ലിക്കൊന്ന് തല വെട്ടിയിട്ടാലും അത് വീണ്ടും കൂടി എഴുതിട്ടൊന്ന് അടിക്കാൻ നോക്കുന്ന ടീമാണ് കൊല്ലത്ത് കിടക്കുന്നത്. അവിടെ വേണ്ട ഈ കളി എന്നുള്ളതാണ്. നോക്കൂ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിലൊക്കെ കമന്റ് ബോക്സിൽ പോയി നോക്കുക. ഒരുപാട് കമന്റ് ആണ്. നീ ഞങ്ങൾ കാണിച്ചു തരാം എവിടെ സലാഡിന് അടി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി കമന്റുകൾ നമുക്കവിടെ കാണാൻ പറ്റും.